വി മുരളീധരനെ വിജയിപ്പിക്കുക. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം BJP NDA സ്ഥാനാർത്ഥിയാണ്. സാറിൻ്റെ അഭ്യർത്ഥന ഇപ്രകാരമാണ്. നമസ്കാരം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ജനവിധി തേടുകയാണ്. ഭാവി ഭാരതത്തിനും കേരളത്തിനും ഒരുപോലെ നിർണായകമായ തിരഞ്ഞെടുപ്പാണിതെന്ന് ഞാൻ കരുതുന്നു. വികസിത രാജ്യമെന്ന നേട്ടത്തിനുള്ള അടിത്തറ പാകലാണ് ഈ പൊതു തിരഞ്ഞെടുപ്പ്. പ്രകൃതിയും പൈതൃകവും കരുത്തായ ആറ്റിങ്ങലിൻ്റെ മുഖം മാറ്റുന്ന വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് നടപ്പാക്കാനാവും. 5 വർഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമായിരുന്ന എനിക്ക് ആറ്റിങ്ങലിലെ വികസന സാധ്യതകൾ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളോടൊപ്പം നിന്ന് വികസന പദ്ധതികൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. പ്രതിപക്ഷ പ്രതിനിധിയേക്കാൾ നാടിന് വികസന നേട്ടങ്ങൾ എത്തിക്കാൻ സാധിക്കുക ഭരണപക്ഷി MP ആണെന്ന് യാഥാർത്ഥ്യം നമുക്കറിയാം. രാജ്യമാകെ നരേന്ദ്രമോദിയുടെ സദ്ഭരണത്തിന് തുടർച്ച പ്രഖ്യാപിക്കുമ്പോൾ ആറ്റിങ്ങൽ മാറി ചിന്തിക്കണോ? വിവേകത്തോടെ വിനിയോഗിക്കാം വോട്ടവകാശം. നിങ്ങളുടെ പിന്തുണ അനുഗ്രഹവും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വി മുരളീധരൻ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കേന്ദ്രം ചെയ്ത പദ്ധതികളുടെ കണക്ക് വിത്ത് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ PM ആവാസ് യോജനയുണ്ട്, നമ്മുടെ ലൈഫ് പദ്ധതിയായിട്ട് പേര് മാറ്റിയ പദ്ധതികൾ, പിന്നെ നമ്മുടെ ടോയ്ലറ്റുകൾ, കുടിവെള്ള കണക്ഷൻ, നമ്മുടെ ജൽജീവൻ മിഷൻ, പിന്നെ ഉജ്ജ്വല പാചകവാതകത്തിൻ്റെ, പിന്നെ നമ്മുടെ സൗജന്യ ഭക്ഷ്യദാന ഗുണഭോക്താക്കൾ, നമ്മുടെ ഈ റേഷൻ കട വഴി കിട്ടുന്ന അതിൻ്റെ കാര്യങ്ങൾ, ആയുഷ്മാൻ ഭാരത്, നമ്മുടെ ചികിത്സാ സൗകര്യം, പിന്നെ കിസാൻ സമ്മാൻ നിധി, നമ്മുടെ കർഷകർക്ക് 3 ഗഡുക്കളായിട്ട് 2000 വെച്ചിട്ട് 6000 രൂപ വർഷം വാർഷികമായിട്ട് കൊടുക്കുന്ന പദ്ധതി, പിന്നെ PM മത്സ്യബന്ധന അവർക്കുള്ള ഗുണഭോക്താക്കൾ, പിന്നെ മുദ്രാ വായ്പ. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളമാണ് ഏറ്റവും കുറച്ച് അതിനെ യൂസ് ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ ഉള്ള കണക്ക്. കാരണം ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ല, എല്ലാവരും പുറത്തോട്ട് പോയല്ലേ. മുദ്രാ വായ്പ എന്ന് പറഞ്ഞാൽ യാതൊരു ഈടുമില്ലാതെ നമുക്ക് അവർ വായ്പ തരും ബിസിനസ്സും ആഹി കാര്യത്തിന് വേണ്ടി. പിന്നെ ഗ്രാമീണ സടക്ക് യോജന എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശമുള്ള ഈ റോഡിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏകദേശം 4100 കിലോമീറ്ററിനുള്ള അത് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ NH66 നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർ പല ദിവസങ്ങളിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ, അവരുടെ നേട്ടമായി കാണുന്ന ദേശീയപാത 66 ഏകദേശം 58,000 കോടി രൂപ കൊടുത്തിട്ട് കേന്ദ്രം ചെയ്യുന്ന പദ്ധതിയാണ്. പിന്നെ റെയിൽവേ വികസനം ഏകദേശം ഒരു 10,000 കോടിക്ക് അടുത്തുണ്ട്. റെയിൽവേ വികസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഭോപ്പാലിലുള്ള സമയം റാണികുഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു അവിടെ ഒരു ഭോപ്പാൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇത് കണക്ക് റിനോവേറ്റ് ചെയ്തതാണ്. നമ്മൾ ശരിക്കും ഒരു എയർപോർട്ടിൽ പോകുന്ന തരത്തിലുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അത് ഞെട്ടിപ്പോവും. എസ്കലേറ്റർ ഉണ്ട്, അകത്തൊരു ഫുഡിൻ്റെ ഒരു ഹബ്ബുണ്ട്, പിന്നെ നമുക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, നല്ല അടിപൊളി വെയിറ്റിംഗ് ഏരിയ ആണ്, ഫുള്ളി സെൻട്രലൈസ്ഡ് AC ആണ്. എല്ലാ കാര്യങ്ങളും നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുന്ന ഒരു മട്ടായി കഴിഞ്ഞു. അത് ശരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു കൊല്ലമായിരിക്കും ഏറ്റവും ആദ്യം. കാരണം ഇപ്പം കണ്ടതിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് പണി നടക്കുന്ന സ്ഥലം കൊല്ലത്ത് ഞാൻ കണ്ടായിരുന്നു. അവിടെ പില്ലേഴ്സിൻ്റെ പണിയൊക്കെ ഒരുപാട് മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. ഈ പണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നരേന്ദ്രമോദി എന്നും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെന്നും.